ഓക്കെ, ഒരു ബേസിക് ക്വസ്റ്റ്യൻ നോക്കാം. വോളിയം ഓഫ് CO2 അറ്റ് STP 2 to 4 ലിറ്റർ. ഓക്കെ, ശരി. ഫൈൻഡ് ഓഫ് ദി മാസ് ഓഫ് ദി സാമ്പിൾ. അപ്പോൾ വോളിയം തന്നിട്ടുണ്ട്, മോൾ കണ്ടെത്താൻ സിമ്പിൾ അല്ലേ. 2240 ഡിവൈഡഡ് ബൈ 22.4 ലിറ്റർ. അപ്പം 22.4 ഇൻറ്റു 10⁻⁻1, റൈറ്റ്. അത് മോളോട്ടേക്ക് അല്ല, 10⁻⁻1 മോളോട്ടേക്ക് നോക്കാം. അന്നേരം 10 ആവും, റൈറ്റ്. 10. അപ്പോൾ ഇത് 10 ആവും. അപ്പോൾ ടോട്ടൽ 100 മോളുള്ള കാര്യം മനസ്സിലായി. 100 മോളുണ്ട്. ഇനി മാസ് ഓഫ് ദി സാമ്പിൾ കണ്ടെത്താൻ പറയുന്നത്. ഒരു മോൾ സാമ്പിളിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര? അത് 44 ഗ്രാമാണ്. അപ്പോൾ 100 മോൾ സാമ്പിളിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 100 × 44 = 4400 ഗ്രാംസ് ഓഫ് ദി സാമ്പിൾ. ഇനി ടോട്ടൽ നമ്പർ ഓഫ് ന്യൂക്ലിയോൺസ് ഇൻ ദി സാമ്പിൾ. നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് ന്യൂക്ലിയോൺസ് അതിനെ കണ്ടെത്താൻ മാസ് ഓഫ് ദി സാമ്പിൾ കിട്ടിയല്ലോ. നമ്മളൊരു ടെക്നിക്ക് ഉണ്ട്. ഒന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, എത്ര നമ്പർ ഓഫ് മോളിക്യൂൾസ് കണ്ടെത്താം, എന്നിട്ട് ഓരോ മോളിക്യൂൾസിലുള്ള നമ്പർ ഓഫ് ന്യൂക്ലിയോൺസ് മൾട്ടിപ്ലൈ. പക്ഷേ നമുക്കൊരു ട്രിക്ക് അറിയാം. എന്താണ്? ഈ ഗ്രാംസ് വന്നിട്ടുണ്ട്, അതിന് ന്യൂക്ലിയോൺസിലേക്ക് മാറ്റാൻ എന്താ? ഗ്രാം ഹട്ടാവോ NA ലഗാവോ. സോ 4400 NA ആണ് നമ്പർ ഓഫ് ന്യൂക്ലിയോൺസ്. നമ്പർ ഓഫ് പ്രോട്ടോൺസും ന്യൂട്രോൺസും ഇലക്ട്രോൺസും. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ഇവിടെയുള്ള ഈ കാർബൺ ഡയോക്സൈഡിൽ ഉള്ള എല്ലാ എലമെൻസും കാർബണും ഓക്സിജനേ ഉള്ളൂ. അവർ രണ്ടാളും പ്രത്യേകം വെച്ചാൽ അവർക്ക് രണ്ടാൾക്കുള്ള നമ്പർ ഓഫ് ഇലക്ട്രോൺസും നമ്പർ ഓഫ് പ്രോട്ടോൺസും നമ്പർ ഓഫ് ന്യൂട്രോൺസും ഈക്വലാണ്. പോകാനായിട്ട് നമ്പർ ഓഫ് ഇലക്ട്രോൺസും ഈക്വലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്പർ ഓഫ് പ്രോട്ടോൺസും നമ്പർ ഓഫ് ന്യൂക്ലിയോൺസും നമ്പർ ഓഫ് ഇലക്ട്രോൺസും സെപ്പറേറ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ ഡിവൈഡ് ബൈ 2 ചെയ്യുക. അന്നേരം 2 NA നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഉണ്ട്, ഇലക്ട്രോൺസ് ഉണ്ട്, പ്രോട്ടോൺസ് ഉണ്ട്, ന്യൂട്രോൺസ് ഉണ്ട്. ഓക്കെ, നമ്പർ ഓഫ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ 100,000 gram ഓഫ് NaOH കണ്ടെയ്ൻസ് 3 moles ഓഫ് ഓക്സിജൻ ആറ്റം. അപ്പോൾ നമുക്ക് NaOH എത്ര മോൾസ് തന്നിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യും? ഞാൻ തൽക്കാലം അസ്യൂം ചെയ്യാണ് XNaOH ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കി. X moles ഓഫ് NaOH. ഇനി ഇതിൽ നിന്ന് നമ്മളിങ്ങനെ ഓക്സിജൻ എത്ര ആറ്റംസ് ഉണ്ട് നടത്താൻ, എത്ര മോൾസ് ഓഫ് ഓക്സിജൻ ആറ്റം ഉണ്ട് എന്ന് X × 1. സോ X × 1 മോൾസ് ഓഫ് ഓക്സിജൻ ആറ്റംസ് ഉണ്ട്. ഓക്സിജൻ ആറ്റംസ് എത്ര മോൾസ് ഉണ്ട് തന്നിന് ഓൾറെഡി. സോ X × 1 = ഓക്സിജൻ ആറ്റം എത്ര മോൾസ് ഉണ്ട്? 3 മോൾസ് ഉണ്ട്. സോ X എന്ന് പറഞ്ഞാൽ 3 ആണെന്ന് മനസ്സിലായി. ദാറ്റ് മീൻസ് 3 മോൾസ് ഓഫ് NaOH ഉള്ള കാര്യം മനസ്സിലായി. 3 മോൾസ് ഓഫ് NaOH. ഒരു മോൾ NaOHൻ്റെ ഇതെന്ന് പറഞ്ഞാൽ 23 + 16 + 1 എന്ന് വെച്ചാൽ 40 grams ആണ് ഒരു മോൾ NaOHൻ്റെ മാസ്. അങ്ങനെ ആകുമ്പോൾ എത്രയാണ് അടുത്ത പറഞ്ഞ പെർസെൻറ്റേജ് പ്യൂരിറ്റി ഓഫ് NaOH. പെർസെൻറ്റേജ് പ്യൂരിറ്റി ഇപ്പോൾ നമ്മളടുത്ത് ഇവിടെ ആകെ 40 grams ഓഫ് പ്യൂർ ആയിട്ടുള്ള NaOH ഉള്ളൂ. ബാക്കിയെല്ലാം വേറെ എന്തെല്ലോ സാധനം. അപ്പോൾ നമ്മൾ 40 ഡിവൈഡ് ബൈ ബാക്കിയുള്ള എന്താ 1000 ഇൻറ്റു 100. ഇത് രണ്ടും സോറി 40 ഇവിടെ 40 അല്ല ഉള്ളത്, ഒരെണ്ണത്തിന് 40. ഇവിടെ 3 മോൾസ് ഉണ്ട്. സോ അതുകൊണ്ട് 3 × 120 ഡിവൈഡ് ബൈ 1000 ഇൻറ്റു 100. 2 കട്ട്. ഓക്കെ, അപ്പോൾ 12% ഉള്ള കാര്യം മനസ്സിലായി. ഓക്കെ, ഇതാണ് ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ. 1000 grams ഓഫ് CaCO3 ഹാസ് 60 gram കാർബൺ ആറ്റം പറയുന്നുണ്ട്. 60 gram കാർബൺ ആറ്റം. ഫൈൻഡ് ദ പെർസെൻറ്റേജ് പ്യൂരിറ്റി ഓഫ് CaCO3. ഇവിടെ 60 gram കാർബൺ ആറ്റം എത്ര? അപ്പോൾ മോൾസ് ഓഫ് കാർബൺ ആറ്റം ഉണ്ട് 60 ഡിവൈഡ് ബൈ 12 ഒരെണ്ണത്തിൻ്റെ മാസ്, റൈറ്റ്. 60 grams ഡിവൈഡഡ് ബൈ എത്ര മോൾസ് കണ്ടെത്താൻ പഠിച്ച. സോ ഒരു മോൾ കാർബൺ ആറ്റത്തിൻ്റെ മാസ് ഒന്നിൻ്റെ 12 ചെയ്യോ, പക്ഷേ ഒരു മോളിലെന്ന് പറഞ്ഞാൽ 12 grams. ഇപ്പോൾ കട്ടായി 5 മോൾസ് ഓഫ് കാർബൺ ആറ്റം ഉള്ള കാര്യം മനസ്സിലായി. ഇനി CaCO3 എത്ര ഗ്രാംസ് ആണെന്ന് അറിയില്ല. ഇവിടെ പ്യൂരിറ്റി കണ്ടെത്താൻ പറയുന്ന കേസിലാകുമ്പോൾ 1000 grams ഓഫ് CaCO3 എന്ന് പറഞ്ഞാൽ 1000 grams ഓഫ് പ്യൂർ CaCO3 ആയിരിക്കില്ല. അതിൽ വേറെ കാര്യങ്ങളും ഉണ്ടാവും. അതുകൊണ്ടാണ് പ്യൂരിറ്റി ചെക്ക് ചെയ്യാൻ പറയുന്നത്. അതുകൊണ്ട് എത്ര മോൾസ് ഓഫ് CaCO3 ഉള്ള കാര്യം ഈ ഒരു 1000 വെച്ച് കണ്ടെത്താൻ പറ്റില്ല. പക്ഷേ നമുക്ക് എന്ത് കിട്ടി? 5 മോൾസ് ഓഫ് കാർബൺ ആറ്റം കിട്ടി. അപ്പോൾ ഞാൻ തൽക്കാലം ഇങ്ങനെ അസ്യൂം ചെയ്യാണ് X മോൾസ് ഓഫ് CaCO3 ഉള്ള കാര്യം അസ്യൂം ചെയ്യാണ്. അപ്പോൾ X മോൾസ് ഓഫ് CaCO3 എത്ര മോൾസ് ഓഫ് കാർബൺ ആറ്റം ഉണ്ടാവും? X × 1 = നമുക്ക് പറയാൻ പറ്റും എത്ര കാർബൺ ആറ്റം മോൾസ് ഓൾറെഡി നമ്മൾ കണ്ടുപിടുത്തി 5. സോ X = 5. ദാറ്റ് മീൻസ് 5 മോൾസ് ഓഫ് CaCO3 ഉള്ള കാര്യം മനസ്സിലായി. അപ്പോൾ 5 മോൾസ് ഓഫ് CaCO3, ഒരു മോൾ CaCO3യുടെ മാസ് എന്ന് പറഞ്ഞാൽ ഇതിലെല്ലാം അറ്റോമിക് മാസും അല്ലെങ്കിൽ മോളിക്കുലർ മാസ് എല്ലാം ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടും 100. അപ്പോൾ 5 മാസമാണെങ്കിൽ 5 × 100. അപ്പോൾ എത്ര കിട്ടും? 500 കിട്ടും. 500 grams ആണ് കിട്ടാൻ. ഓക്കെ, സോറി 500. അപ്പോൾ ഇതിന് പെർസെൻറ്റേജ് പ്യൂരിറ്റി ഈ CaCO3യുടെ മാസ് ഡിവൈഡ് ബൈ ടോട്ടൽ മാസ് ഇൻറ്റു 100. ഇപ്പോൾ എത്ര കിട്ടും? 50% CaCO3 പ്യുവറായിട്ട് ആ ഒരു സാമ്പിളിൻ്റെ ഉള്ളിലുള്ള കാര്യം മനസ്സിലായി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, നമ്പർ ഓഫ് നൈട്രജൻ ആറ്റംസ് ഇൻ 680 grams ഓഫ്. അപ്പോൾ ഈ പറഞ്ഞ സാധനം ഇത്രയും ഉണ്ട് എന്ന് മനസ്സിലായി. പിന്നെ എന്ത് ചെയ്യും? ഇതിലുള്ള എത്ര മോൾസ് ഓഫ് ഈ പറഞ്ഞ ടേം ഉണ്ട്. അപ്പോൾ 681 ഡിവൈഡ് ബൈ ഇതിൻ്റെ മോളിക്കുലർ മാസ് കണ്ടെത്താൻ ഇരുന്ന് കണ്ടെത്തിക്കും. എത്രയാണത്? 227. ഇതെങ്ങനെയാണ്? 7 × 12 + 5 × 1 3 × 14 6 × 16 അത്രയേ ഉള്ളൂ. അങ്ങനെ ചെയ്യാം. ഇത് എത്ര കിട്ടി?
3 മോൾസ് ഓഫ് ഈ പറഞ്ഞ സാധനമുള്ള കാര്യം മനസ്സിലായി. 3 മോൾസ് ഓഫ് ഈ പറഞ്ഞ സാധനം ഉണ്ട്. അപ്പോൾ എത്ര മോൾസ് ഓഫ് നൈട്രജൻ നമുക്ക് ഈ പറഞ്ഞ മോളിക്യൂളിൻ്റെ മോൾസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള സബ്സിക്വൻ്റ് ആയിട്ടുള്ള ആറ്റംസിൻ്റെ മോൾസും കിട്ടും. അപ്പോൾ 3 മോൾസ് ഓഫ് ഇതുള്ളത് കൊണ്ട് 3 × 3 9 മോൾസ് ഓഫ് നൈട്രജൻ ഉള്ള കാര്യം മനസ്സിലായി. 9 മോൾസ് ഓഫ് നൈട്രജൻ ഉണ്ട്. 9 മോൾസ് ഓഫ് നൈട്രജൻ ഉണ്ട്. ഒരു മോൾ നൈട്രജനിൽ എത്ര എൻറ്റിറ്റീസ് ആണ് ഉണ്ടാവാൻ? 6.022 × 10⁻23. അങ്ങനെ 9 മോൾസിലെ എൻറ്റിറ്റിയിൽ 9 × 6.02 × 10⁻23 ആറ്റംസ് ഉണ്ടാവും. അതാണ് കണ്ടെത്താൻ പറയുന്ന നമ്പർ ഓഫ് ആറ്റംസ്. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും 5418 × 10⁻21 കിട്ടും. അപ്പോൾ നമുക്ക് എക്സ് എന്ന് പറഞ്ഞാൽ ഇതാണ് 5418, റൈറ്റ്. അപ്പോൾ ഈ ഒരു വാല്യൂ തന്നെ വെച്ച് ചെയ്യണം, അല്ലാണ്ട് 6 എന്ന് റൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇൻറ്റീജർ വാല്യൂ നമുക്ക് തെറ്റിപ്പോവും. ഓക്കെ, അതുകൊണ്ട് 6.02 തന്നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ഹീമോഗ്ലോബിനിൽ 0.34% അയൺ ഉണ്ട് എന്ന് പറയുന്നുണ്ട് മാസിൽ. ഫൈൻഡ് ദി നമ്പർ ഓഫ് Fe ആറ്റംസ് ഇൻ 3.3 gram ഓഫ്. ഓക്കെ, Fe ആറ്റം കിട്ടണം. അപ്പോൾ ആദ്യം മാസ് ഓഫ് Fe കിട്ടണം അല്ലേ. 3.3 gram എന്തെന്നാണുള്ളത്? Fe ആണോ ഉള്ളത്? അല്ല, ഹീമോഗ്ലോബിനുള്ളത്. അപ്പോൾ 3.3 × 0.34 / 100 അതെന്ന് പറഞ്ഞാൽ എന്താണ്? അതാണ് എത്ര മാസ് ഓഫ് Fe. മാസ് ഓഫ് Fe കറക്റ്റ് അല്ലേ? 3.3യുടെ 0.34% ആണ് Fe ഉള്ളതെന്നാണ് പറയുന്നത്. ശരി, അപ്പോൾ മാസ് ഓഫ് Fe കിട്ടി. മാസ് ഓഫ് Fe കിട്ടിക്കഴിഞ്ഞാൽ അത് ഡിവൈഡഡ് ബൈ 56 ഗ്രാം ചെയ്ത് അതിന് എന്ത് കിട്ടും? മോൾസ് ഓഫ് Fe കിട്ടും, റൈറ്റ്. മോൾസ് ഓഫ് Fe കിട്ടും. മോൾസ് ഓഫ് Fe കിട്ടിക്കഴിഞ്ഞാൽ അതെന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക? 6.022 × 10⁻23 ചെയ്ത് കഴിഞ്ഞാൽ ഉത്തരം കയ്യിലങ്ങ് വരും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. പ്രോട്ടീൻ എ കണ്ടെയ്ൻസ് 0.3% ഓഫ് ഗ്ലൈസിൻ. ഒരു പ്രോട്ടീൻ എ ഉണ്ട്, അതിൽ 0.3 ഗ്ലൈസിൻ ഉണ്ട്, അതിന് മോളിക്കുലർ വെയിറ്റ് ഉണ്ട്. മിനിമം മോളാർ മാസ് ഓഫ് പ്രോട്ടീൻ എ ഈസ്. ഇപ്പോൾ 0.3 എന്ന് പറയുന്ന സാധനം എന്തെന്നാണ്? നമ്മൾ അസ്യൂം ചെയ്യണം. ഇതിൽ മിനിമം എന്ന് ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നമ്മൾ അസ്യൂം ചെയ്യാണ്. ആക്ച്വലി ഇത് മിനിമം എന്ന് പറഞ്ഞ ടേം ഇല്ലെങ്കിൽ നമ്മൾ പറയണം, നമുക്ക് പറയാൻ പറ്റില്ല എത്ര മോളിക്യൂൾസ് ഉണ്ട് അല്ലെങ്കിൽ എത്ര ഗ്ലൈസിൻ ആറ്റംസ് ഉള്ള കാര്യം നമുക്ക് പറയാൻ പറ്റില്ല. ഒരു ഗ്ലൈസീൻ്റെ 75ആണ്. അപ്പോൾ തൽക്കാലം നമ്മൾ മിനിമത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് നമ്മൾ അസ്യൂം ചെയ്യാണ് ഒറ്റ ഗ്ലൈസീൻ ആറ്റം ഉള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു 0.3 എന്ന് പറയുന്ന സംഭവം എത്തുന്നത്? ഗ്ലൈസീൻ എന്ന് പറഞ്ഞാൽ 75 ഡിവൈഡ് ബൈ ടോട്ടൽ മോളിക്കുലർ മാസ് എത്രയാണ് അത് അറിഞ്ഞുകൂടാ, ഇൻറ്റു 100 ആണ് ആക്ച്വലി 0.3 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്ലൈസീൻ്റെ മാസ് കംപ്ലീറ്റ് പ്രോട്ടീൻ്റെ 0.3% ആണ് ഉള്ളതെന്നാണ്. 7/x × 100 = 0.3 എന്ന് പറയാൻ പറ്റും. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും മോളിക്കുലർ മാസ് എന്ന് പറഞ്ഞാൽ 25 × 10⁻³ gram per mole, അല്ലെങ്കിൽ 25,000 U എന്നും പറയാം. അതെന്ന് പറഞ്ഞാൽ ഒരു മോളിക്യൂൾ പ്രോട്ടീൻ്റെ മാസ്, അല്ലെങ്കിൽ ഒരു മോൾ പ്രോട്ടീൻ്റെ മാസ് എന്ന് പറഞ്ഞാൽ അത് ഗ്രാം കൊണ്ട് കൊടുക്കുക, അത്രയും. അപ്പോൾ ഒരു മോളിക്യൂളിൻ്റെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് 0.1% ഫൈൻഡ് ഇറ്റ്സ് മിനിമം മോളിക്കുലർ മാസ്. ഒരു മോളിക്യൂളുണ്ട് നൈട്രജൻ 0.1%. 0.1 എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുകയാണ് ഒരു നൈട്രജനേ ഉള്ളൂ എന്ന്. ശരി, 0.1 ഞാൻ ഇങ്ങനെ മാറ്റി എഴുതാം കുറച്ചുകൂടി ബെറ്റർ ആയിട്ട്. 1 × 10⁻⁻1, റൈറ്റ്. ഒരു നൈട്രജൻ 14 ബൈ നമുക്ക് അറിഞ്ഞൂടാ എക്സ് മോളിക്കുലർ മാസ് അറിഞ്ഞൂടാ ടോട്ടലിൻ്റെ. അപ്പം = 10⁻². ഇത് താഴോട്ടേക്ക് ഇങ്ങോട്ടേക്ക് വന്ന് മോളോട്ടേക്ക് പോകുമ്പോൾ 10⁻³ ആവും. ഇതങ്ങോട്ട് പോയി. ശരി, എക്സ് = 14,000 gram per mole. ഒരു മോളിൽ ഇത്ര ഗ്രാംസ് ഉണ്ട് അല്ലേ പറയാൻ പറ്റും. 14,000 U എന്നും പറയാം. U എന്ന് പറഞ്ഞിട്ടുണ്ട് അതിനർത്ഥം ഒരു മോളിക്യൂളിൻ്റെ വെയിറ്റ് ആണ്. ഗ്രാം പെർ മോൾ എന്ന് പറഞ്ഞാൽ ഒരു മോൾ മോളിക്യൂൾസ് എടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ വെയിറ്റ് അതിലാണ്, അതുകൊണ്ട് ഗ്രാം എന്നാണ് ഇത്ര വലിയൊരു ടേം ആയത്. U എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ചെറുതാണ്. 1.6 × 10⁻24 grams ആണ്, റൈറ്റ്. ഞാൻ അടുത്ത ദിവസം ഫൈൻഡ് ഔട്ട് ദ മോളിക്യൂൾസ് ഓഫ് വെയിറ്റ് ഓഫ് ഹാവിങ് 0.1% ആൻഡ് 2 atoms of nitrogen. ഓക്കെ, 2 atoms of nitrogen. അപ്പോൾ നമ്മൾ 2 × 40 ഡിവൈഡഡ് ബൈ എക്സ് × 100 = 0.1. ക്വസ്റ്റ്യനെല്ലാം സെയിം തന്നെ. അപ്പോൾ നേരത്തെ 14,000 ആണെങ്കിൽ അപ്പം അതിൻ്റെ ഡബിൾ 28,000 U അല്ലെങ്കിൽ 28,000 gram per mole, അത്രേ ഉള്ളൂ. ജസ്റ്റ് 2 atoms ആണ്. നേരത്തെ മിനിമം തരാൻ പറഞ്ഞാൽ നമ്മൾ അസ്യൂം ചെയ്യാൻ ഒരു ആറ്റം നൈട്രജനേ ഉള്ളൂ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നോക്കുക. ഫൈൻഡ് ഔട്ട് ദി വെയിറ്റ് ഓഫ് P in 10 gram of P4O6. ശരി, 10 gram ഓഫ് ഈ പറഞ്ഞ സാധനം ഉണ്ട്. ശരി, അപ്പോൾ അതിൻ്റെ എത്ര മോൾസ് കണ്ടെത്തി സുഖമായിട്ട് കണ്ടെത്താം. അപ്പോൾ എന്ത് ചെയ്യും? 10 ഡിവൈഡഡ് ബൈ ഒരു കാര്യം ചെയ്യാം, 10 ഡിവൈഡഡ് ബൈ നമുക്ക് P എന്ന് പറഞ്ഞ സാധനം അറിഞ്ഞൂടാ. ഓക്കെ, P അറിയാം. സോറി, P എന്ന് പറഞ്ഞാൽ 31 ഫോസ്ഫറസ് ആണ്. അപ്പം 31 × 4 എത്രയാണ്? അത് ചെയ്യേണ്ട മോളിക്കുലർ മാസ് കണ്ടുപിടിക്കാൻ. അപ്പോൾ എത്രയാണ്? 220 ആണ് കിട്ടിയിട്ടുള്ളത്. കട്ടെ അപ്പോൾ മറ്റേ 1/22 മോൾസ് ഓഫ് ഈ പറഞ്ഞ ടേം ഉണ്ടെന്ന് അവർ മനസ്സിലായി. ഇനി നമുക്ക് നമ്മളെ മോളിക്യൂൾസിൻ്റെ മോൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ സബ്സിക്വൻറ്റ് ആറ്റംസിൻ്റെ മോൾ കിട്ടും. അപ്പോൾ പിയുടെ മോൾസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതെന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക? അതിൻ്റെ മോളർ മാസ് ആയിട്ട് 31 മൾട്ടിപ്ലൈ ചെയ്തതിനെ വെയിറ്റ് കിട്ടും. അതാണ് പരിപാടി. ശരി, ഇവിടെ ചെയ്തിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യനാണ് നമ്മൾ മെയിൻ ക്വസ്റ്റ്യൻ. അതാണ് ഈ ഒരു കാറ്റഗറിയിൽ വരാൻ പറ്റിയ ഏറ്റവും ടഫസ്റ്റ് ക്വസ്റ്റ്യൻ.
അപ്പോൾ ഇവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എക്സ് ഗ്രാംസ് ഓഫ് ഈ പറഞ്ഞ സാധനം ഉണ്ട്, ഐ മീൻ 10 grams ഓഫ് ഈ പറഞ്ഞ ഇതുണ്ട്. എക്സ് എന്ന് പറഞ്ഞ എലമെൻറ്റ് നമുക്ക് അറിഞ്ഞുകൂടാ, പോരാട്ടെ അതിൻ്റെ ഉള്ളിലുള്ള എക്സ് എന്ന് പറഞ്ഞ ആ ഒരു ടേം എത്ര വെയിറ്റ് ഉണ്ട് അതിൻ്റെ 5.72 grams ഉണ്ട്. ശരി, ഓക്കെ. അപ്പോൾ എത്ര മോൾസ് ഓഫ് ഈ പറഞ്ഞ സാധനം ആദ്യം കണ്ടെത്താൻ. അപ്പം 10 ഡിവൈഡ് ബൈ, ഞാൻ പറയുകയാണ് ഇതിൻ്റെ മോളർ മാസിനെ ഞാൻ എം എന്ന് വിളിക്കുകയാണ്. സോ 4m പ്ലസ് ഓക്സിജൻ 16 × 6 എത്ര 96. ഓക്കെ, എത്രയും മോൾസ് ഓഫ് ഈ പറഞ്ഞ സാധനം ഉണ്ട്. 10 ഡിവൈഡ് ബൈ ഇത് ഗിവൺ മാസ് ഡിവൈഡ് ബൈ മോളിക്കുലർ മാസ്. ഓക്കെ, മോൾസ് കിട്ടി. ഈ ഇതിൻ്റെ മോൾസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ സബ്സിക്വൻ്റ് ആയിട്ടുള്ള എക്സിൻ്റെ മോൾസും കിട്ടിക്കൂടെ. എത്ര എക്സ് ആറ്റത്തിൻ്റെ മോൾസ് ഉണ്ട് അതെന്ത് ചെയ്യും, നമ്മളൊന്ന് മൾട്ടിപ്ലൈ ചെയ്യും, 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അതാണ് എക്സ് ആറ്റത്തിൻ്റെ മോൾസ്. ശരി, ഇനി എക്സ് ആറ്റത്തിൻ്റെ എക്സ് നമ്പർ ഓഫ് അല്ലെങ്കിൽ എത്ര മോൾസ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ കാര്യം കിട്ടിയിട്ടുണ്ട്. എക്സ് ആറ്റം എത്ര മോൾസുള്ള കാര്യം കിട്ടിയിട്ടുണ്ട്. ഇനി അതെന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഒരു എക്സിൻ്റെ മാസമായിട്ട് മൾട്ടിപ്ലൈ, അതെന്ന് ഞാൻ പറഞ്ഞു എം ആണ്, അത് എമ്മോട് മൾട്ടിപ്ലൈ ചെയ്യുക. അന്നേരം കിട്ടുന്ന ഈ വാല്യൂ ആണ് 5.72 grams അല്ലേ? കറക്റ്റാണല്ലോ, കറക്റ്റ്. ഇനി എന്ത് ചെയ്യുക, ഇവിടെ എം മാത്രമേ സോൾവ് ചെയ്യാനുള്ള സോൾവബിൾ സാധനം. സോ എം എന്ത് ചെയ്യുക, അവിടെ നിന്ന് സോൾവ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ, ക്വസ്റ്റ്യൻ കഴിഞ്ഞ്. ഇനി നമ്മുടെ ഇനി പറഞ്ഞ എന്താണ് കാൽക്കുലേഷൻ പാർട്ട് കഴിഞ്ഞ് ഇനി സ്റ്റോഷിയോമീറ്റർ, അതിൻ്റെ മുമ്പേ ഡെൻസിറ്റി എന്ന് പറഞ്ഞ ടേം കൂടി ഉണ്ട്. അപ്പോൾ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മാസ് ബൈ വോളിയം എന്നുള്ള കാര്യമൊക്കെ അറിയാം അല്ലേ, ശരിയാണ്. പക്ഷേ അതിൻ്റെ ശരിയായ ഒരു ഫിസിക്കൽ മീനിങ് ഇനി നമുക്കറിയാം നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ നോക്കി ഇവിടെ പറയാണ്, ഇപ്പോൾ ഡെൻസിറ്റി ഓഫ് NaCl സൊല്യൂഷൻ ഉണ്ട്, NaCl സൊല്യൂഷൻ ഉണ്ട്. ഓക്കെ, നമ്മുടെ ഉപ്പുവെള്ളം അതന്നെ സൊല്യൂഷൻ ഉണ്ട്, അതിൻ്റെ 1.2 grams ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിയൽ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 1 ml വെള്ളം അല്ല 1 ml ഈ പറഞ്ഞ സൊല്യൂഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ 1.2 gram NaCl ഉണ്ട് എന്നാണോ? ഒരിക്കലല്ല. നമുക്ക് ഡെൻസിറ്റി തന്നിട്ടുണ്ടെങ്കിൽ അതിലുള്ള 1 ml അല്ലെങ്കിൽ എത്ര ml ഉള്ള സാധനമായാലും NaCl വെള്ളം എത്ര ഉണ്ട് നമുക്ക് അങ്ങനെ തിരിച്ചറിയാൻ പറ്റില്ല. ഡെൻസിറ്റിയുടെ ഉദ്ദേശം അതല്ല. പക്ഷേ ഈ ഡെൻസിറ്റിയുടെ ഈ 1.2 gram/ml എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NaCl സൊല്യൂഷൻ ഉണ്ട്, ഇതാണ് NaCl സൊല്യൂഷൻ. ഓക്കെ, ഫുള്ള് ലയിച്ചിട്ടുള്ള നമ്മുടെ സോൾട്ട് വാട്ടർ. ആ സോൾട്ട് വാട്ടറിൻ്റെ 1 ml എടുത്തു കഴിഞ്ഞാൽ 1 ml എടുത്ത് ഞാനൊരു ഇതിലോ ബക്കറ്റ് വെച്ചു. എന്നിട്ട് ഞാനതിൻ്റെ മാസ് നോക്കുന്ന സമയത്ത് എത്ര കിട്ടാൻ 1.2 grams. സോ അതിൻ്റെ അർത്ഥം എന്താ, 1 ml ഓഫ് NaCl സൊല്യൂഷൻ ഹാവ് 1.2 grams ഓഫ് വെയ്റ്റ്. അതാണ് അതിൻ്റെ അർത്ഥം ഈ ഡെൻസിറ്റിയുടെ. അല്ലാണ്ട് 1.2 gram അല്ല, 1 ml എടുത്തിട്ടുണ്ടെങ്കിൽ 1.2 gram NaCl ഉണ്ട് എന്നല്ല, 1.2 gram കംപ്ലീറ്റ് സൊല്യൂഷൻ ഉണ്ട് എന്നുള്ളതാണ് കറക്റ്റ്. ഓക്കെ, ഇനി ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ 2 തരത്തിലുണ്ട്. ഒന്ന് അബ്സല്യൂട്ട് ഡെൻസിറ്റി ഉണ്ട്, റിലേറ്റീവ് ഡെൻസിറ്റി ഉണ്ട്. അബ്സല്യൂട്ട് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ശരിയായ ഡെൻസിറ്റി തന്നെ മാസ് ബൈ വോളിയം ആണ്. ശരി, ഇനിയിപ്പോൾ ഗ്യാസസിൻ്റെ കേസിലാണ് നമ്മൾ ഡെൻസിറ്റി ഓഫ് ഗ്യാസ് കണ്ടെത്തുന്ന സമയത്ത് ഒരു കാര്യം, മാസ് അറിയാം, വോളിയത്തിന് അപ്പോൾ നമ്മളിത് ഗ്യാസ് ഐഡിയലാണെന്ന് വിചാരിക്കുക. അപ്പോൾ PV = nRT, റൈറ്റ്. ഇവിടെ നിന്നാണ് വോളിയം ആണ്, അപ്പോൾ വോളിയത്തിന് ഞാൻ എന്ത് കൊടുക്കും, nRT/P, റൈറ്റ്. ഒരു കൂടി ബെറ്റർ ആക്കാം. PV = n എന്ന നമ്പർ ഓഫ് മോൾസ് എന്ന് വെച്ചാൽ മാസ് ഡിവൈഡ് ബൈ മോളാർ മാസ് RT. പിന്നെ അത് m/v അല്ല വേണ്ടത്. സോ m/v അതാണ് ഡെൻസിറ്റി ഇത് ഇങ്ങോട്ടാക്കി എന്നിട്ട് ബാക്കിയുള്ള അങ്ങോട്ടാക്കി. സോ P/RT, റൈറ്റ്. P/RT × m, Pm/RT. ഇതാണ് നമ്മുടെ ഡെൻസിറ്റി. അപ്പോൾ ഏത് ഗ്യാസസിന് മാത്രം, ഗ്യാസസ് മിക്സ്ചറിന് മാത്രമുള്ള ഡെൻസിറ്റിയാണ് ഇത്. ബിക്കോസ് നമ്മളിപ്പോൾ ഉപയോഗിച്ചിട്ടുള്ളത് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ അല്ലാണ്ട് വേറെ ലിക്വിഡിനുള്ള ഇക്വേഷൻ അല്ല. സോ അങ്ങനെ ആകുമ്പോൾ ഗ്യാസസിനുള്ള ഒരു ഡെൻസിറ്റിയുടെ ഇക്വേഷൻ ഇതും കൂടിയുണ്ട്, Pm/RTയും കൂടിയുള്ളത് ഉള്ള കാര്യം മനസ്സിലാക്കാം. ഓക്കെ, ശരി. ഇനി റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ പേര് തന്നെ അറിയാം, ഒരുത്തൻ്റെ ഡെൻസിറ്റി മറ്റൊരുത്തനുമായിട്ട് നമ്മൾ താരതമ്യം ചെയ്ത് നോക്കുന്നു. അപ്പോൾ ആദ്യമുള്ള ടൈപ്പ് ഓഫ് റിലേറ്റീവ് ഡെൻസിറ്റിയാണ് സ്പെസിഫിക് ഗ്രാവിറ്റി. സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ഓഫ് ദാറ്റ് സബ്സ്റ്റൻസ് ഡിവൈഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ. ഓക്കെ, അപ്പോൾ ഇവിടെ ആരുമായിട്ട് റിലേറ്റ് ചെയ്യുന്നത്, വെള്ളമായിട്ടാണ് റിലേറ്റ് ചെയ്യുന്നത്. ഡെൻസിറ്റി ഓഫ് ദി സബ്സ്റ്റൻസ് എന്ത് g/ml ആയിക്കോട്ടെ, ഏതെങ്കിലും ഒരു ടേമിലായിക്കോട്ടെ, ശരി, അത് കുഴപ്പമില്ല. ഡെൻസിറ്റി ഓഫ് വാട്ടർ അറ്റ് ഒരു എക്സ്റ്റേണൽ പോയിന്റ് 4 degree centigrade ആട്ടോ, 4 degree centigrade. അപ്പോൾ ഡെൻസിറ്റി ഓഫ് വാട്ടർ അറ്റ് 4 degree centigrade എത്രയാണ്, 1 gram/ml. ഓഹോ, അപ്പോൾ ആക്ച്വലി ഡെൻസിറ്റി ഓഫ് സബ്സ്റ്റൻസിൻ്റെ ന്യൂമറിക്കൽ നോക്കുന്ന സമയത്ത് ഡെൻസിറ്റി ഓഫ് സബ്സ്റ്റൻസ് ഒരു 12 വിചാരിച്ചോ, 12 ഡിവൈഡ് ബൈ 1 ബിക്കോസ് വെള്ളത്തിൻ്റെ 1. ന്യൂമറിക്കൽ നോക്കുന്ന സമയത്ത് റിലേറ്റീവ് അല്ല അബ്സല്യൂട്ട് ഡെൻസിറ്റിയും അതേപോലെ സ്പെസിഫിക് ഗ്രാവിറ്റിയും ന്യൂമറിക്കൽ നോക്കുന്ന സമയം സെയിം ആണ്. പക്ഷേ അബ്സല്യൂട്ട് ഡെൻസിറ്റിക്ക് എന്തുണ്ട്, യൂണിറ്റ് ഉണ്ട്, g/ml. പക്ഷേ റിലേറ്റീവ് ഡെൻസിറ്റി ആയിട്ടുള്ള സ്പെസിഫിക് ഗ്രാവിറ്റിക്ക് എന്തില്ല, യൂണിറ്റ് ഇല്ല. ബിക്കോസ് രണ്ടും കട്ടായി പോകുന്നുണ്ട്. ഓക്കെ, g/ml ഇവിടെ ഉണ്ടല്ലോ, g/ml അത് കട്ടായി പോകുന്നുണ്ട്. ഓക്കെ, ആ ഒരു കാര്യം മാത്രം മനസ്സിലാക്കുക. ഫോർ എക്സാമ്പിൾ ആണെങ്കിൽ ഡെൻസിറ്റി ഓഫ് സോൾട്ട് സൊല്യൂഷൻസ് 1.2 g/ml.
അപ്പോൾ ഡെൻസിറ്റി സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ സോൾട്ട് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ 1.2 gram per ml. അതിൻ്റെ ഡെൻസിറ്റി ഡിവൈഡ് ബൈ വെള്ളത്തിൻ്റെ ഡെൻസിറ്റി ദാറ്റ് ഈസ് 1.1 gram per ml. 1 gram per ml കട്ടാവും. ഇപ്പോൾ 1.2 ഇത്രയേ ഉള്ളൂ. അങ്ങനെ തന്നെ എഴുതാം, വേറൊന്നും യൂണിറ്റ്. അടുത്ത ടൈപ്പ് ഓഫ് റിലേറ്റീവ് ഡെൻസിറ്റിയാണ് ഒരുത്തൻ്റെ ഡെൻസിറ്റി ഒരു ഗ്യാസിൻ്റെ ഡെൻസിറ്റി മറ്റൊരു ഗ്യാസിൻ്റെ ഡെൻസിറ്റി ആയിട്ടുള്ള ഡിവൈഡ്. സോ റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് ഗ്യാസ് 1 വിത്ത് റെസ്പെക്ട് ടു ഗ്യാസ് 2. ഓക്കെ, ശരിയാ. അപ്പോൾ നമുക്കറിയാം ഗ്യാസിൻ്റെ ഡെൻസിറ്റി നമ്മൾ വേറെ രീതിയിലും എഴുതാം, മാസ് ബൈ വോളിയം എഴുതാം, അല്ലെങ്കിൽ P1m1/RT1. R എല്ലാത്തിനും യൂണിവേഴ്സലാണ്. ഓക്കെ, ഡിവൈഡ് ബൈ അടുത്തത് P2m2 ഡിവൈഡ് ബൈ RT2. ഒട്ടേനെ ചെയ്യാം. അപ്പോൾ P1m1T2 P2m2T1. ഇതാണല്ലോ പരിപാടി. ഇതാണ് നമ്മളെ റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് എ ഗ്യാസ് 1 വിത്ത് റെസ്പെക്ട് ടു ഗ്യാസ് 2, റൈറ്റ്? അപ്പോൾ ഇവിടെ നമ്മൾ പറയുകയാണ് കണ്ടീഷൻസ് സിമിലർ ആണെന്ന് വിചാരിച്ചു. കണ്ടീഷൻ സിമിലർ ആണെന്ന് പറയുമ്പോൾ രണ്ട് ഗ്യാസ് മിക്സ്ചറും കണ്ടീഷൻ സിമിലർ ആണെങ്കിൽ P1ഉം T1ഉം P1 = P2 T1 = T2 രണ്ടും കട്ടായി പോകും. നമുക്ക് പറയാൻ പറ്റും റിലേറ്റീവ് ഡെൻസിറ്റി = m1/m2 എന്ന് പറയാൻ പറ്റും വെൻ കണ്ടീഷൻസ് ആർ സിമിലർ. ഓക്കെ, അപ്പോൾ ഇതൊരു ശ്രദ്ധിച്ച് നോക്കാം. റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് ഗ്യാസ് വിത്ത് റെസ്പെക്ട് ടു 1 എന്ന് പറഞ്ഞാൽ P1m1T2 ഡിവൈഡ് ബൈ P2m2T1, റൈറ്റ്? എന്നിട്ടോ അത് കണ്ടീഷൻ സിമിലർ ആണ്, ഇത് കട്ടാണ്ട് കട്ടാവും. m1 = m1/m2 ആ രീതിയിൽ. ഇപ്പോൾ ഫൈൻഡ് ദ റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് SO3 വിത്ത് റെസ്പെക്ട് ടു CH4. ഇപ്പോൾ ഇവിടെ ഒന്നും പറഞ്ഞിട്ടില്ല, എന്താണ് ഇവിടെ കണ്ടർ സിമിലർ കണ്ടീഷനാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. അതിൻ്റെ അർത്ഥം നമ്മൾ സിമിലർ കണ്ടീഷനാണെന്ന് അസ്യൂം ചെയ്യണം. ബിക്കോസ് നമുക്ക് ഉത്തരം കിട്ടാൻ വേറൊരു വകുപ്പില്ല. ബിക്കോസ് പ്രഷർ അറിയില്ല, ടെമ്പറേച്ചർ ഒന്നും തന്നിട്ടില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, m1/m2. അപ്പോൾ SO3 എന്ന് പറഞ്ഞാൽ 32 പ്ലസ് എത്രയാണ് 48 10 7 80 ഡിവൈഡ് ബൈ എത്ര കിട്ടും? 12ഉം 4ഉം 16. എത്ര എഴുതാൻ? 5 വരും. ഓക്കെ, 5 ആണ് ഉത്തരം. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇനി വേപ്പർ ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പണ്ടേ കേട്ടിട്ടുണ്ടോ, വേപ്പർ ഡെൻസിറ്റി മോളിക്കുലർ മാസ് ബൈ 2 എന്നെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ടോ പണ്ട്. ഏതായാലും അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെൻസിറ്റി ഓഫ് എ സബ്സ്റ്റൻസ്, അത് പെർട്ടിക്കുലർ ഗ്യാസ് അല്ലെങ്കിൽ വേപ്പേഴ്സ്. ഓക്കെ, ഡെൻസിറ്റി ഓഫ് എ വേപ്പർ ഓർ എ ഗ്യാസ് ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് എ ഹൈഡ്രജൻ ഗ്യാസ് അണ്ടർ സിമിലർ കണ്ടീഷൻ എന്നാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒരു വേപ്പറിൻ്റെ ഡെൻസിറ്റി എങ്ങനെയാണ് പറയാം? P1m1T2 ഡിവൈഡ് ബൈ മറ്റേൻ്റെ P2m2T1, റൈറ്റ്? ഇങ്ങനെയല്ലേ നമ്മൾ എഴുതാൻ രണ്ട് ഗ്യാസസിൻ്റെ റിലേറ്റീവ് ഡെൻസിറ്റി. ശരി, ഇവിടെ ആരാണ്? ഇവിടെ അണ്ടർ സിമിലർ കണ്ടീഷൻ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് P1 = P2 T = 0. അപ്പോൾ m1/m2 എന്ന് എഴുതാൻ പറ്റും. എന്ത്? വേപ്പർ ഡെൻസിറ്റി.